ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്നും ഞാനൊരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫില്ലിങ് യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡ് സമൂസ റെസിപ്പിയാണ്. കൂടുതൽ സമയം വഴറ്റുമൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, ഇത്രയും ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ഈ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിൽ ക്രഷ് ചെയ്യുക അല്ലെങ്കിൽ കൈകൊണ്ട് പിച്ചെടുക്കുകയോ ചെയ്യാം. ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ ഒരു വിധത്തിൽ വേണം നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ചില്ലി സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടറിന് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഈ ബട്ടറിലൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം ഇത് ഈ ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാൻ. ഒരിക്കലും കരിഞ്ഞു പോകരുത്. 1 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. ഈ ബട്ടറിൽ ഈ ചില്ലി പൗഡറും ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുള്ള നല്ലൊരു സ്മെല്ലുണ്ടാകും. ആ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഈ പാനിൽ നിന്ന് ഇത് മാറ്റണം. അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും ഇത് കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സോസാണ് ഈ ഒരു സ്നാക്കിൻ്റെ ഹൈലൈറ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കണം. ഒരു 4-5 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കാം. ഇനി വേണ്ടത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കേബേജാണ്. ഒരു 1/2 കപ്പ് കേബേജ് ചേർക്കുന്നുണ്ട്. ഇനി മയോണൈസിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മയോണൈസിൽ ഒരു ചെറിയ പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് മേക്കർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മയോണൈസ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ലൂസ് ആവരുത്. നമ്മൾ ഈ ഫില്ലിങ് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. കൂടുതൽ ലൂസായിട്ടുള്ള ഫില്ലിംഗ് ആണെങ്കിൽ ബ്രെഡ് നനഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ലൂസാക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾക്ക് മല്ലിയില ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള അത്രയും ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണ്ട. ഇതുകൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ബ്രെഡ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കണം. ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ട്രയാങ്കിൾ ആയിട്ടാണല്ലോ നമ്മൾ സമോസയ്ക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ഫില്ലിങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സൈഡിലൊന്നും ഫില്ലിങ് വെക്കേണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ അരികൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വിരലൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒട്ടി നിന്നോളും. ഇനി ഇങ്ങനെ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ചെറിയ പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഇങ്ങനെ 2 സൈഡും പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് കൂടെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ സമൂസയും ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡും ഫ്രൈ ആക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചീസ് ഇഷ്ടമാണെങ്കിൽ ഫില്ലിങ് വെക്കുന്ന സമയത്ത് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈസിയാണ് ഈ ഒരു ബ്രെഡ് സമോസ ഉണ്ടാക്കിയെടുക്കാൻ. അതേസമയം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.